നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കേംബ്രിഡ്ജ് മുൻ മേയറായ അഡ്വക്കേറ്റ് ബൈജു തിട്ടാലയാണ്. നമസ്കാരം സർ. നമസ്കാരം. അതെ, അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ആരാകും മുഖ്യമന്ത്രി എന്നൊക്കെയാണ്. അപ്പോൾ പലതരത്തിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള 3 പേരോടൊപ്പം ദീപദാസ് മുൻഷിയും ചേർന്ന് ഒരു മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഇതിനെ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളൊക്കെ കളിയാക്കുന്നത് ഇതാണോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തരത്തിലൊരു വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണോ? ആദ്യം തന്നെ ഈ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് മേഘ പറഞ്ഞതിനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. CPM ഇടതുപക്ഷ പാർട്ടിയല്ല. ഈ കേരളത്തിൽ, ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് പാർട്ടിയായ സോഷ്യലിസ്റ്റ് പാർട്ടി പ്ലാറ്റ്ഫോം. അതാണ്. CPM ഒരിക്കലും ഇടതുപക്ഷ പാർട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന CPMകാർ പോലും അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് അതായത് ഒരു തീവ്ര വലതുപക്ഷവുമായി അല്ലെ വലതുപക്ഷം എന്ന് പറയുന്ന യഥാർത്ഥ വലതുപക്ഷം റൈറ്റ് വിങ്ങുമായി RSSുമായി BJPയുമായി സന്ധി ചെയ്തു പോയ ചരിത്രമാണ് അവർക്കുള്ളത്. അവര് അത് ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഈ ജനാധിപത്യത്തിന്റെ ഭാഗമാണോ ഇത്? VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചിട്ട് ജനങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എന്തായിരുന്നു? VS അച്യുതാനന്ദന് സീറ്റ് കൊടുത്തത് ഇവരുടെ പാർട്ടിയുടെ ജനാധിപത്യ പ്രക്രിയ മൂലമായിരുന്നോ? അല്ല. ജനങ്ങൾ, പീപ്പിൾ വർ ടേക്കൺ ടു ദ സ്ട്രീറ്റ്. അങ്ങനെയാണ് ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തി. പിന്നെ ഇവരുടെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഇലക്ഷന് എത്ര ദിവസം എടുത്തായിരുന്നു ഇവർ മുഖ്യമന്ത്രി തീരുമാനിക്കാനായിട്ട്? അപ്പൊ അതൊക്കെ ചുമ്മാ ഒരു ആർഗ്യുമെന്റിന് വേണ്ടി പറയാന്നുള്ളതല്ലാതെ ഞാനിതിനെ കാണുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നു. ലെറ്റ് ദം ടേക്ക് എ കോൾ. ഇവര് 3 പേരും തന്നെ പറഞ്ഞല്ലോ, അത് ഹൈക്കമാൻഡ് ടേക്ക് എ കോൾ. അപ്പൊ അത് നമ്മളെ പോലെ ഒരാൾക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളൂ. അപ്പൊ CPMമാർക്ക് മറ്റൊന്നും പറയാനില്ല. അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, എന്ത് ചെയ്യാൻ പറ്റും? അതെ, അപ്പോൾ ഒരു സ്വാഭാവികമായി പൊതുജനത്തിനാണെങ്കിലും ഒരു ആകാംക്ഷ ഉണ്ടാകുമല്ലോ ആരാകും മുഖ്യമന്ത്രി എന്ന്. അപ്പൊ ഇത്രയും കാലതാമസം വരുമ്പോൾ ഒരു എന്താ പറയാ, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? ഇല്ല, അങ്ങനെയല്ല. നമ്മളതിനെ അങ്ങനെയല്ല കാണുന്നത്. ഇപ്പൊ ഈ ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും, അത് അവിടെയാണേലും, ഇപ്പം യൂറോപ്യൻ ഈ കോണ്ടിനെന്റൽ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അതിന് അതിൻ്റെതായ ചില പ്രൊസീജിയറും ഫോർമാലിറ്റികളും ഒക്കെ ഫോളോ ചെയ്തല്ലേ പോകാൻ പറ്റുള്ളൂ. എല്ലാ പാർട്ടിക്കും അവരവരുടേതായ, ഇപ്പൊ CPMനാണ് അവർ BB കൂടും, അല്ലെങ്കിൽ അവർക്ക് മറ്റേ പോളിറ്റ് ബ്യൂറോ കൂടണം, അവരുടെ CC കൂടണം. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയറൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, അപ്പോൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രി ക്ലെയിം നടത്തുന്ന 3 പേരുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവരും തുല്യ യോഗ്യതയുള്ളവരാണ്. എന്നാലും ആരാകും മുഖ്യമന്ത്രി എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? അത് അവര് 3 പറഞ്ഞത് മാത്രമേ എനിക്കും പറയാനുള്ളൂ. അവര് ഹൈക്കമാൻഡിനോട് ഹൈക്കമാൻഡിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർ തീരുമാനിക്കുന്നു പറഞ്ഞു. വെയിറ്റ് ചെയ്യാന്നുള്ളതല്ല, വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടല്ലോ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അതുപോലെ തന്നെ സാധിക്കണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തെരുവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഒരു ഡെമോക്രസിയിൽ അങ്ങനെയാണല്ലോ. ജനങ്ങൾക്ക് ദേ ഹാവ് ദ റൈറ്റ്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സർക്കാരല്ലല്ലോ അധികാരത്തിൽ വന്നിരിക്കുന്നത്, അല്ലെ വരുന്നത്. അപ്പോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ ഒരു കാര്യം ഞാൻ പറയും, നമ്മൾ ഈ ഗാന്ധിയൻ കാലത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഇതുപോലെയുള്ള സമര പോരാട്ടങ്ങളിലൂടെയും, നിങ്ങൾ മറ്റേ ബലികൂടീരങ്ങൾ എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ചെറുപ്പകാലത്തിൽ വന്നുകൊണ്ട് ഇത് CPMന് എന്തോ വലിയ സംഭവം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വസ്തുത അതല്ല. 1850 ഫസ്റ്റ് ഇൻഡിപെൻഡൻസ്, നമ്മുടെ ഒന്നാം സായിപ്പ് മ്യൂട്ടണി എന്ന് വിളിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം, ആ സമരത്തിൽ മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള സ്മാരകമാണ്. അപ്പോ ജനങ്ങൾ സമരം ചെയ്തും പ്രൊട്ടസ്റ്റ് ചെയ്തും ആണ് ഇന്ത്യൻ ഡെമോക്രസി ഇങ്ങനെ മച്ചുറായി വരുന്നത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ റിസൺമെന്റുള്ള ആളുകൾക്ക് പുറത്തിറങ്ങുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യാം. അതിപ്പോ നമ്മൾ ബ്രിട്ടനിലാണെങ്കിലും ചെയ്ത് നമുക്ക് നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്, അത് അവിടെയുണ്ട്. ജനങ്ങൾക്ക് ദേ ഹാവ് ദ റൈറ്റ്. ആ റൈറ്റിനെ നമുക്ക് ഒരിക്കലും, അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന അധികാരമല്ല. അത് വയലൻസ് പാടില്ല, പീസ്ഫുൾ ആയിരിക്കണം, മറ്റേ ഈ അഗ്രസീവ് ആകരുത്. അതിന്റെ അകത്ത് നിന്നൊരു പ്രകടനം പ്രകടനം എങ്ങനെയാണ് നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റും? അല്ലെങ്കിൽ CPMമാർക്ക് പറയാൻ പറ്റും അവരെ മുഴുവൻ രക്ഷാപ്രവർത്തനം നടത്തി ഓടിക്കണം? പറ്റില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല പറയുന്നത്.
അതെ. അപ്പോൾ ഇതിനെതിരെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ തെരുവിൽ നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ 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 തിങ്കിങ് അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടാകരുത്. ഇന്ത്യൻ ഭരണഘടനയും മാത്രമല്ല കോൺഗ്രസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതും അങ്ങനെയൊക്കെയുള്ള ചെയ്യാനുള്ള അവകാശങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഉണ്ടെന്നുള്ളതാണ്. അതെ. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നവരിൽ ആ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു വ്യക്തിയും കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു ബൈ ഇലക്ഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇത് ലോകത്തിൽ എവിടെയെങ്കിലും സ്വാഭാവികമായി ഉണ്ടാവുന്ന കാര്യമാണോ? ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുൻപും, അല്ലാതെയും സംഭവിക്കാറുള്ള കാര്യം തന്നെയാണോ? ഇത് ഈ വിദേശങ്ങളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശങ്ങളിൽ ഇത് ഇങ്ങനെയല്ല. നമ്മുടെ അത് ഓൾദോ നമ്മൾ ഫോളോ ചെയ്യുന്നത് വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഡെമോക്രസിയാണ്, അല്ലെ പാർലമെന്ററി പ്രൊസീജിയറാണ്. പക്ഷേ ഇവിടെ ഇപ്പം ഈ വിദേശങ്ങളിലൊക്കെ നടക്കുന്നത് പാർട്ടി കോൺഫറൻസിൽ ഇവിടെ അവിടെ ഇപ്പൊ ഈ ബ്രിട്ടനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു യൂണിറ്ററി സിസ്റ്റവും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും നമുക്കുള്ളത്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് വൈസ് ആണെങ്കിൽ പോലും സ്റ്റേറ്റിൽ ഇപ്പോ ഇത് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടന്നു. ഇപ്പൊ ഇവിടെ സ്റ്റേറ്റിൽ പാർട്ടിയുടെ ഒരു കോൺഫറൻസിൽ ആ കോൺഫറൻസിൽ ഒരാളെ ലീഡ് ചെയ്യുകയും ഒരാളെ നേതാവായി തിരഞ്ഞെടുക്കുകയും ആ ആള് ഓപ്പോസിഷൻ ലീഡറായി വരികയും അത് ഇതിന്റെ പ്രൊസീജിയർ വേറെയാണ്. അപ്പൊ അത് പാർട്ടി കോൺഫറൻസ് തീരുമാനിക്കുകയാണ്. ആ കോൺഫറൻസിലൂടെയാണ് ഓപ്പോസിഷൻ ലീഡറിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ആ ബേസിലാണ് ഇലക്ഷൻ ഫേസ് ചെയ്യുന്നത്. അതിന് കഴിഞ്ഞ് പിന്നെ ഇലക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ മറ്റൊരു പാർട്ടി കോൺഫറൻസ് ഇല്ല. പാർട്ടി കോൺഫറൻസ് ആണ് അൾട്ടിമേറ്റ് റൂളർ. അതായത് ഈ ലേബർ പാർട്ടിയിൽ കോൺഫറൻസ് ആണ് തീരുമാനിക്കുന്നത് ആരാണ് ലീഡർ, ആരാകരുത് ലീഡർ എന്നുള്ളത്. അല്ല, അങ്ങനെ ഒരു ഡിസിഷൻ വന്നു കഴിയുമ്പോൾ പിന്നെ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പ്രൊസീജിയർ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിൽ. ഓൾദോ നമ്മൾ ഒരു ബ്രിട്ടീഷ് മോഡൽ ഓഫ് അല്ലെ വെസ്റ്റ്മിനിസ്റ്റർ മോഡ് ഓഫ് പാർലമെന്ററി പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ പോലും. അതെ. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം ഒരു സ്വാഭാവികമായ കാര്യം മാത്രമാണ്. ഈ പറഞ്ഞ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഇതിനെ വെറുതെ ഊതിപ്പെരിപ്പിക്കുന്നതാണ് എന്നൊരു തോന്നലുണ്ടോ? അത് ആ പ്രോസസ്സ് നടക്കേണ്ട പ്രോസസ്സാണല്ലോ. അതിപ്പോ മാധ്യമ ഊതിപ്പെരിപ്പിച്ചാലും LDF അല്ല സോറി പിന്നെ ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷമായ CPM ഊതിപ്പെരിപ്പിച്ചാലും ഈ പ്രോസസ്സ് നടക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ എന്നാ സംഭവിച്ച, തമിഴ്നാട്ടിൽ എന്നാ സംഭവിച്ച, ആ പ്രോസസ്സ് നടക്കണം അല്ലേ? ആ പ്രോസസ്സ് നടക്കുന്നു. ഞാനിതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അതെ. അപ്പോൾ ഇത് കോൺഗ്രസിന്റെ ഒരു പരാജയമാണെന്നും ഇതാണോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് ചോദിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു ഹെയ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണോ? അല്ല, ഇതാണോ ജനാധിപത്യം എന്ന് ചോദിക്കുന്ന ആരാ? ഇതാ എന്റെ പ്രശ്നം. ഇത് ചോദിക്കുന്ന ആരാ? അതായത് പാർട്ടി വിട്ട് രാഷ്ട്രീയം മാറി വേറൊരു പാർട്ടി ഉണ്ടാക്കുന്നതിന്റെ പേരിൽ 52 വീട്ടിൽ കൊലപ്പെടുത്തിയ ആളുകളുടെ പാർട്ടിയാണ് ചോദിക്കുന്നത് നമ്മളോട്. ഇത് അതുപോലെ സമരം നടത്തിയ, പ്രതിഷേധ പ്രകടനം നടത്തിയ, രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാരാണ് ചോദിക്കുന്നത്. മാധ്യമ പ്രവർത്തകർ ഇറങ്ങിപ്പോക്കൊള്ളാൻ പറഞ്ഞത് അവരാണ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. CPM would be the last, the CPM members or activists would be the last people to even criticize what is happening in Kerala. നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല ചോദിക്കാനായിട്ട്. അതിന്റെ കാരണം ഇപ്പൊ ഈ ചില സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ്, ഈ CPM അല്ലെ BJP ജയിച്ചിടത്തെല്ലാം ഈ കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. അവര് മനസ്സിലാക്കാതെ അവിടെ മുഴുവൻ ജയിച്ചത് CPM-ന്റെ സീറ്റ് BJP കൊണ്ടുപോയിരുന്നത്. അതല്ല അവർ അവരതിനെ വേറെ രീതിയിലാക്കുവാണ്. ഈ ജയിച്ചെല്ലാം ഓക്കെ, ഈ 3 BJP-യുടെ MLA-മാർ ജയിച്ച സ്ഥലത്ത് മുമ്പിരുന്ന MLA ആരാണ്? നമ്മുടെ CPM കാൻഡിഡേറ്റ്സ് തന്നെയാണ് അല്ലേ? CPM നിന്ന സീറ്റ് CPM-നെ തോപ്പിച്ച് BJP അധികാരത്തിൽ വരുന്നു. ഈ 3 സീറ്റുകളിൽ CPM-ന്റെ MLA-മാരായിരുന്നു. അവരെയാണ് തോപ്പിച്ചത്. അവിടെ കോൺഗ്രസ് അല്ലായിരുന്നു 2ാം സ്ഥാനത്ത്. അല്ല, ഈ കോൺഗ്രസ് അല്ലായിരുന്നു അവിടുത്തെ. കോൺഗ്രസിന്റെ സീറ്റ് അല്ല, CPM-ന്റെ സീറ്റ് BJP-ക്ക് കൊടുത്തു, BJP വാങ്ങിച്ചെടുത്തു, അല്ലെങ്കിൽ BJP ജയിച്ചു. അപ്പൊ അവിടെ ഇവർ പറയുന്നത് കേട്ടാ തോന്നും കോൺഗ്രസിന്റെ സീറ്റാണ് അല്ലെങ്കിൽ UDF-ന്റെ സീറ്റ് പരാജയപ്പെടുത്തിയാണ് BJP അധികാരത്തിൽ വന്നത്. അങ്ങനെയല്ലല്ലോ അവര് പ്രചരിപ്പിക്കാൻ. എന്തുകൊണ്ടാണ് ഈ തോറ്റ് 3 സ്ഥലത്തും വളരെ നമുക്കിത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നി. എന്തുകൊണ്ടാണ് ഈ തോറ്റ 3 സ്ഥലത്തും കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയത്? ഹേയ്, ഇറ്റ് വാസ് യുവർ സീറ്റ് മാൻ. നിങ്ങളെയാണ് അവർ തോപ്പിച്ചത്. നിങ്ങളുടെ സീറ്റ് പോയ അതിനും കിടക്കാൻ വരുന്നത് കോൺഗ്രസിനോ? അല്ല, അതാണ് ഇതിന്റെ പ്രശ്നം. അവരപ്പോഴും BJP-നെ അല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്
ഈ CPM എന്ന് പറയുന്ന പാർട്ടി അന്നും ഇന്നും എന്നും ഈ BJPയുടെ ഇന്ത്യയിലെ റൈറ്റ് വിംഗ് ഫോഴ്സസിന്റെ ബി ടീമായിരുന്നു. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ ഇപ്പം എന്നേക്കുമായി വന്ന് അനിഷ്പ്രയ പോലെ ആയല്ലോ. തോൽവി അംഗീകരിക്കാത്തതും ഇതിന്റെയൊക്കെ ഭാഗം തന്നെയാണ്. അപ്പൊ അത് എനിക്ക് സതീശനാന്ന് തോന്നുന്നു, VD സതീശൻ തന്നെയാന്ന് തോന്നുന്നു. തോപ്പിക്കാം, പക്ഷെ തോപ്പിച്ചെന്ന് അംഗീകരിക്കാൻ സമ്മതിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു അപ്രോച്ചാണ് കൃത്യമായി. ഇപ്പൊ ഞാൻ പറയാം, ഈ ബ്രിട്ടനിൽ ഒരു പ്രാവശ്യം ഒരു 2-3 ടൈം മുമ്പാണ് എനിക്ക് ഈ ഇടത് വോട്ടുകൾ മുഴുവൻ, സോഷ്യലിസ്റ്റുകളുടെ വോട്ട് മുഴുവൻ കൺസർവേറ്റീവിന് പോയ ഒരു കാലം ഉണ്ടായിരുന്നു. ഈ ബോറിസ് ജോൺസൺ CM പ്രൈം മിനിസ്റ്റർ ആയ സമയത്ത്, 2ാമത്തെ ഇലക്ഷൻ. അന്ന് ബോറിസ് ജോൺസൺ താങ്ക്സ് പറഞ്ഞത് UK ഇടതുപക്ഷത്തിനാണ്, സോഷ്യലിസ്റ്റിനാണ് എന്ന് പറഞ്ഞ കാരണം ഈ സോഷ്യലിസ്റ്റ് ഇത്രയും വലിയ ലാൻഡ് സ്ലൈഡ് വിക്ടറിക്ക് കാരണം ഞങ്ങൾ കൺസർവേറ്റീവ്സ് അല്ല, നിങ്ങളാണ്, സോഷ്യലിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ അന്നത്തെ സോഷ്യലിസ്റ്റുകൾക്ക് താങ്ക്സ് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ ഇടത് മനസ്സ് എന്ന് പറയുന്നത് എൻ ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അല്ല, ഇത്രയും വലിയ ലാൻഡ് സ്ലൈഡ് വിക്ടറി വരില്ല. ഇത് CPM-കാർക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ CPM-ലുള്ളവർ കൃത്യമായ ഈ റൈറ്റ് വിങ് എലമെന്റ്, അതായത് RSS എലമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഇപ്പൊ CPM-ൽ വോട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും BJPക്ക് വോട്ട് ചെയ്ത്. അതായത് ഈ നമ്മുടെ RSSന്റെ ശാഖാ നേതാവായിരുന്ന നമ്മുടെ RSPM, നമ്മുടെ SRPയെ പോലുള്ള ആളുകൾ റിക്രൂട്ട് ചെയ്ത് CPM-ൽ എടുത്ത SRPയെ പോലുള്ള ആളുകളാണ് ഇപ്പോഴും CPM-ൽ തന്നെ വോട്ട് ചെയ്തിരിക്കുന്നത്. അതെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 2-3 ദിവസങ്ങൾ കൂടി മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ആകാംക്ഷയിലാണ് കേരളമുള്ളത്. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.